ഹായ് എല്ലാവർക്കും അനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് വീട്ടിൽ തന്നെ നമുക്ക് നല്ല രസം പൗഡർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും നല്ല ഫ്ലേവറിലുള്ള ശുദ്ധമായിട്ടുള്ള രസപ്പൊടി വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. പിന്നെ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നല്ലൊരു രസം ഉണ്ടാക്കുന്നതെന്നുള്ളതും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇപ്പോൾ രസപ്പൊടി ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിന്ന് പച്ചമല്ലിക്ക് പകരം മല്ലിപ്പൊടി യൂസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. 1/2 കപ്പ് മല്ലിപ്പൊടിയാണ്. ഇത് ഞങ്ങൾ പാക്കറ്റിൽ വാങ്ങിയതല്ല കേട്ടോ, വീട്ടിൽ തന്നെ പച്ചമല്ലി ഉണക്കി പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിയാണ്. അപ്പോൾ നല്ല ഫ്രഷാണ്. ഇത് തന്നെയാണ് നമ്മൾ സാധാരണ കറികളിലെല്ലാം യൂസ് ചെയ്യുന്നത്. ഇതിന് പകരം നിങ്ങൾ പച്ചമല്ലിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 1/4 കപ്പ് എടുത്താൽ മതി. എല്ലാവരുടെയും കയ്യിൽ എപ്പോഴും അങ്ങനെ മല്ലി കാണില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മല്ലിപ്പൊടി എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് 1/4 കപ്പ് തോരപ്പരിപ്പ്, നമ്മൾ സാമ്പാറിനൊക്കെ ചേർക്കുന്ന പരിപ്പാണ്. 1 ടീസ്പൂൺ ചെറിയ ജീരകം, തോരനൊക്കെ ചേർക്കുന്ന ജീരകം. ഒരു 10 വറ്റൽമുളക്. വറ്റൽമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ, 20 എണ്ണമൊക്കെ വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ രസപ്പൊടിക്ക് നല്ല കുറച്ച് എരിവുണ്ടാവും, നല്ലൊരു ചുവന്ന കളറും കിട്ടും. അപ്പോൾ എനിക്ക് അത്ര എരിവ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ 10 എണ്ണ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു ഏകദേശം 1/4 ടീസ്പൂൺ കായപ്പൊടി എടുത്തിട്ടുണ്ട്. കായം പിന്നെ നമ്മൾ രസത്തിൽ ആവശ്യത്തിന് ചേർക്കണം. ജസ്റ്റ് ഈ പൗഡറിന് ഒരു ഫ്ലേവറിനായിട്ട് മാത്രം 1/4 ടീസ്പൂൺ ചേർക്കാം. പിന്നെ ഒരു 2 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം ഉലുവയും എടുത്തിട്ടുണ്ട്. ഉലുവ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാം, രസം ഉണ്ടാക്കുന്ന സമയത്ത് ചേർത്താലും മതി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ട. അപ്പോൾ ഇനി നമുക്ക് പൊടി ഉണ്ടാക്കാം. ഒരു പാനിൽ ഈ സാധനങ്ങളൊക്കെ ചേർത്ത് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. മല്ലിപ്പൊടിയും കായപ്പൊടിയും ഒഴിച്ച് ബാക്കി സാധനങ്ങളെല്ലാം ഇപ്പോൾ ചേർക്കാം. പച്ചമല്ലിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ സമയത്ത് എല്ലാം കൂടി ചേർത്ത് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഞാൻ പൊടി യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് പിന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തോരപ്പരിപ്പ്, വറ്റൽമുളക്, കുരുമുളക്, ഉലുവ, ജീരകം ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. എപ്പോഴും തീ കുറച്ച് വെക്കണം. ഒരു മീഡിയം ഫ്ലെയിമിനും ലോ ഫ്ലെയിമിനും ഇടയിലിട്ട് മാത്രമേ മൂപ്പിക്കാവുള്ളൂ. തീ കൂട്ടിയിടരുത്. നന്നായിട്ട് മൂത്ത് നല്ലൊരു മണം വരും. ആ പരിപ്പിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി ചെറിയൊരു ബ്രൗൺ നിറം പോലെ ആവും. അതുവരെ ഇത് മൂപ്പിക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. പരിപ്പിൻ്റെ ഒക്കെ നിറം കണ്ടോ, ചെറുതായിട്ട് ഇങ്ങനെ നിറം മാറി തുടങ്ങിയിട്ടുണ്ട്. നല്ല മണവും വരുന്നുണ്ട്. ഇത് മതി, നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഞാനിതൊരു ബൗളിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. തീ ഏറ്റവും കുറച്ചാണ് വെച്ചിരിക്കുന്നത്. പൊടിയാകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കരിഞ്ഞു പോവാതെ. അപ്പോൾ ഇങ്ങനെ ചെറിയ തീയിലിട്ട് മൂപ്പിച്ചെടുക്കാം. നല്ലൊരു മണം വന്നാൽ മതി. അപ്പോൾ പൊടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്ത് കായപ്പൊടി ഇട്ട് കൊടുക്കാം. കായപ്പൊടി ഇട്ട് കഴിഞ്ഞ് പിന്നെ ഒത്തിരി സമയം മൂപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക, അത്രയും മതി. നമുക്ക് ഉടനെ തന്നെ പാനിൽ നിന്ന് മാറ്റാം. ഇത് പാനിൽ തന്നെ ഒരിക്കലും വെക്കരുത് കേട്ടോ, ആ പാനിൻ്റെ ചൂട് കൊണ്ട് തന്നെ പൊടി കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു സാധനം ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, കറിവേപ്പില. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കണം. വളരെ പ്രധാനമാണ് കേട്ടോ, രസപ്പൊടിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും കറിവേപ്പില ചേർത്താൽ. അപ്പോൾ ഈ പാനിൽ ഒരു തണ്ട് കറിവേപ്പില ഇട്ടിട്ട് ഇതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. കറിവേപ്പില നല്ല ക്രിസ്പി ആയിട്ട് വരും. ഇപ്പോൾ കറിവേപ്പില ഇതുപോലെ മൂത്ത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളുടെ കൂടെ മാറ്റാം. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിക്കഴിയുമ്പോൾ പൊടിച്ചാൽ മതി. ഒത്തിരി അങ്ങ് തണുത്ത് പോരുത്. ചെറിയ ചൂടോടുകൂടി പൊടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടും. ഇപ്പോൾ പൊടി ഒന്ന് തണുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം. ചെറിയ ജാർ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നല്ല പൗഡറായിട്ട് കിട്ടും. വലിയ ജാർ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം അത്രയ്ക്ക് അങ്ങോട്ട് പൊടിയാവില്ല. അപ്പോൾ ഞാനിത് ചെറിയ ജാറിൽ 2 തവണയായിട്ട് ഇട്ടിട്ടാണ് പൊടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നല്ല ഹോം മെയ്ഡ് രസം പൗഡർ റെഡി ആയിട്ടുണ്ട്. ഇത് പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ 2 തവണയായിട്ടാണല്ലോ പൊടിച്ചെടുത്തത്. അപ്പോൾ എല്ലാം നന്നായിട്ട് ഒരുപോലെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എപ്പോഴും രസപ്പൊടി ആയാലും സാമ്പാർ പൊടി ആയാലും ഒക്കെ ചെറിയ അളവിൽ ഉണ്ടാക്കി വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും, ആ ഫ്ലേവറും ഉണ്ടാവും. ഒത്തിരി ഉണ്ടാക്കി ഒരുപാട് നാൾ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലേവർ ചിലപ്പോൾ പോവും. അപ്പോൾ അതുകൊണ്ട് ചെറിയ അളവിൽ ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഇതുപോലെ പൊടിച്ച് എടുത്താൽ മതി. ഇത് ഏകദേശം ഒരു 1.25 കപ്പ് പൊടി ഉണ്ടാവും. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു കുപ്പിയിലിട്ട് അടച്ചു വെക്കണം. അപ്പോൾ ഈ പൊടി വെച്ചിട്ട് നമുക്കിനി ഒരു രസം എങ്ങനെ ഉണ്ടാക്കാമെന്നും കൂടി നോക്കാം. അപ്പോൾ രസത്തിന് ആവശ്യത്തിനുള്ള പുളി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. പുളിയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം. ഞാനൊരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിനാണ് എടുത്തിട്ടുള്ളത്. ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് മാറ്റി വെക്കാം.
ഇനി ഇതിനകത്ത് ആവശ്യത്തിനുള്ള വെളുത്തുള്ളിയും തക്കാളിയും എടുത്തിട്ടുണ്ട്. ഞാൻ വലിയ 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ 6-7 എണ്ണം എടുക്കാം. വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ടൊന്ന് ചതച്ചാണ് ചേർക്കുന്നത്. ഒത്തിരി അങ്ങനെ പേസ്റ്റ് പോലെ ഒന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് ചതയ്ക്കാം. ഇനി തക്കാളിയും ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. പുളിയും പിഴിഞ്ഞെടുത്ത് വയ്ക്കാം. ഇനി നമ്മൾ രസം ഉണ്ടാക്കുന്ന പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ വെളുത്തുള്ളി ചതച്ചതിടാം. ഒത്തിരി മൂക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ആ പച്ചപ്പ് ഒന്ന് മാറിയാൽ മതി. ഇതിനകത്ത് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്താൽ മതി, അത് വേവേണ്ട ആവശ്യമില്ല. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചപ്പ് ഒന്ന് മാറണം. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള രസപ്പൊടി ഇടാം. 1 ടീസ്പൂൺ മുതൽ ഒരു 1.5 ടീസ്പൂൺ വരെയൊക്കെ ചേർക്കാം. അപ്പം ഞാനൊരു 1.25 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണം കേട്ടോ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഫ്ലേവർ കൂടുതൽ വേണമെന്ന് തോന്നിയാൽ കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് ചേർത്താലും കുഴപ്പമില്ല. ഇനി ഇതിനകത്ത് നമുക്ക് പുളിവെള്ളം ഒഴിക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ചേർത്ത പൊടിയുടെ ഫ്ലേവറോ അല്ലെങ്കിൽ പുളിയോ ഒക്കെ കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഇതിനകത്ത് കായം ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ ചേർത്ത് കൊടുക്കണം. നമ്മൾ പൊടിയിൽ കുറച്ച് കായം ഇട്ടിട്ടുണ്ട്, പക്ഷെ എന്തായാലും രസത്തിൽ കുറച്ചും കൂടി കായപ്പൊടി ചേർക്കേണ്ടി വരും, അത്രയും പോരാ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ടേസ്റ്റ് നോക്കി ആവശ്യത്തിന് എത്രയാണെന്ന് വെച്ചാൽ ഇടണം. ഇനി ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില അല്ലെങ്കിൽ മല്ലിയില ഇടാം. ഞാൻ കറിവേപ്പിലയാണ് ഇടുന്നത്. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ രസം റെഡിയായി കിട്ടും. നമ്മുടെ ഹോം മെയ്ഡ് രസം പൗഡർ കൊണ്ടുള്ള രസം റെഡി ആയിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്യാം. നല്ല ഫ്ലേവറിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസമാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ രസം പൗഡർ നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണേ. അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാനും മറക്കരുത്. പിന്നെ നമുക്ക് അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് ഉടനെ തന്നെ വീണ്ടും കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.